നമസ്കാരം. കോൺഗ്രസ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് എവിടെയും ഒരു ചർച്ചയും നിലവിൽ ആരംഭിച്ചിട്ടില്ല എന്ന് മുതിർന്ന നേതാക്കൾ ആണയിട്ട് പറയുമ്പോഴും മറുവശത്തെ പുനഃസംഘടനാ ചർച്ചകൾ തകൃതിയായി അങ്ങ് നടക്കുന്നുണ്ട്. വി.ഡി. സതീശന്റെ കട്ടപ്പാറകൾക്ക് രഹസ്യ നീക്കങ്ങൾ കൊണ്ട് തിരിച്ചടി നൽകുകയാണ് കെ സുധാകരൻ. കോൺഗ്രസിനകത്ത് തമ്മിലടിയും തമ്മിൽകുത്തും കൂടിക്കൂടി വരികയാണ്. എല്ലാ ഘടകങ്ങളുമായി ചർച്ച ചെയ്തതിനു ശേഷം മാത്രമേ പുനഃസംഘടനാ തീരുമാനങ്ങൾ എടുക്കൂ എന്നാണ് പൊതുവെയുള്ള റിപ്പോർട്ട്. അതിന്റെ പേരിൽ പരസ്യ പ്രസ്താവനകളോ വിവാദങ്ങളോ ആവശ്യമില്ലെന്ന് വ്യക്തമായ നിർദ്ദേശം AICC നൽകിയിട്ടുണ്ട്. പാർട്ടിക്കകത്തെ പ്രശ്നങ്ങൾ തീർക്കാൻ ഒരു ഉന്നതാധികാര സമിതിയെ ഉടൻ തന്നെ വിളിച്ചു ചേർക്കുമെന്നും പുനഃസംഘടനാ ചർച്ച തുടങ്ങിയിട്ടില്ലെന്നുമാണ് നേതാക്കൾ പരസ്യമായി പറയുമ്പോഴും രഹസ്യ നീക്കങ്ങൾ ശക്തമാക്കുകയാണ് KPCC പ്രസിഡന്റ് കെ സുധാകരൻ. ബുധനാഴ്ച രാത്രി മുതിർന്ന നേതാക്കളായ AK ആന്റണിയും ചെന്നിത്തലയും പോയി സുധാകരൻ കണ്ടിരിക്കുകയാണ്. എന്തിനു പുനഃസംഘടനയുടെ ഭാഗമായാണ് ഈ കൂടിക്കാഴ്ച നടത്തിയത്. സുധാകരൻ പ്രസിഡന്റ് സ്ഥാനത്ത് തുടർന്നുകൊണ്ട് മറ്റു സ്ഥാനങ്ങളിലേക്ക് പുനഃസംഘടന എന്ന അജണ്ടയ്ക്ക് രമേശ് ചെന്നിത്തല അടക്കമുള്ളവരുടെ പിന്തുണ നൽകിയതായാണ് വിവരം. വി.ഡി. സതീശനെതിരായ നീക്കത്തിൽ യോജിക്കാൻ ചെന്നിത്തലയ്ക്കും താല്പര്യമുണ്ട്. AK ആന്റണിയോടും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് പുനഃസംഘടന നടത്തുന്ന കാര്യം സുധാകരൻ സൂചിപ്പിച്ചു വച്ചിട്ടുണ്ട്. എന്തായാലും ട്രഷറർ, 10 ജനറൽ സെക്രട്ടറിമാർ, വർക്കിംഗ് പ്രസിഡന്റ്, DCC അധ്യക്ഷർ സ്ഥാനങ്ങളിലേക്കാണ് പുനഃസംഘടന അനിവാര്യമെന്നാണ് സുധാകരന്റെയും കൂട്ടരുടെയും നിലപാട്. KC വേണുഗോപാലിനും അതിനോട് യോജിപ്പാണത്രേ. സമുദായ പരിഗണനയും സ്വന്തം ഗ്രൂപ്പും ഉണ്ടാക്കി വളരാൻ പരിമിതിയുമാണ് സുധാകരനെ നിലനിർത്തുന്നതിൽ വേണുഗോപാൽ കാണിക്കുന്ന താല്പര്യം. കെ സുധാകരനൊപ്പം എന്ന് പറയുന്ന നേതാക്കളെല്ലാം ഫലത്തിൽ വേണുഗോപാൽ ഗ്രൂപ്പുകാരാണ് എന്നത് കോൺഗ്രസിൽ പരസ്യമായ രഹസ്യമാണ്. സമ്പൂർണ്ണ പുനഃസംഘടന എന്ന സതീശന്റെ നിലപാടിനോട് മുതിർന്ന നേതാക്കൾ യോജിക്കുന്നില്ല. മാറുന്നെങ്കിൽ പ്രതിപക്ഷ നേതാവടക്കം മാറണമെന്നാണ് സുധാകരന്റെ അഭിപ്രായത്തെ പിന്തുണയ്ക്കുന്നവരാണ് കൂടുതലും. 26-ന് കർണാടകയിലെ ബംഗലാവിൽ ചേർന്ന AICC യോഗത്തിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ പുനഃസംഘടന സംബന്ധിച്ച് തീരുമാനങ്ങൾ ഉണ്ടാകും. പ്രസിഡന്റ് പദവി ഉൾപ്പെടെ എല്ലാ സ്ഥാനങ്ങളിലും പുനഃസംഘടന എന്ന തീരുമാനത്തിലായാലും കെ സുധാകരന് തിരിച്ചടിയാകും. പാർലമെന്റ് സമ്മേളനത്തിന് ശേഷം പുനഃസംഘടനയ്ക്ക് കടക്കാനാണ് സാധ്യത. DCC അധ്യക്ഷരിൽ ഭൂരിപക്ഷവും ദുർബലരാണ് എന്നും ഇവരെ വെച്ചുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള നീക്കം ശരിയല്ല എന്നുമാണ് നേതാക്കളുടെ പൊതുവായ അഭിപ്രായം. ആരെ ഇളക്കിയാലും ശക്തമായ പ്രാദേശിക വികാരം എതിർപ്പും ഉണ്ടാകുമെന്ന ഭയം നേതൃത്വത്തിനുണ്ട്. എന്തായാലും സതീശനിട്ട് പണി കിട്ടാതെ നോക്കിയാൽ കൊള്ളാം.